ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ഖത്തറിലേക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തൃശ്ശൂർ ടൗണിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫസ്റ്റ് നമ്മൾ വന്നത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. കാരണം നമ്മൾ നാട്ടിലെത്തേണ്ട പിറ്റേ ദിവസം തന്നെ ജോക്കൂനും മാൾഡിക്ക് ഇവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജോക്കൂന് എടുത്ത 2 ഷർട്ട് സൈസ് കൂടുതലാണ്. അപ്പൊ അതൊന്ന് മാറ്റി നമുക്ക് വേറെ സൈസ് കുറവിൻ്റെ എടുക്കണം. അപ്പൊ അതിലൊരു ഷർട്ടിന്റെ മാത്രമേ നമുക്ക് സൈസ് ചെറുത് കിട്ടിയുള്ളൂ. മറ്റേ ഷർട്ട് നമ്മൾ സൈസ് ചെറുതില്ലാത്തത് കൊണ്ട് കൊടുത്തിട്ട് പകരം എക്സ്ചേഞ്ച് ചെയ്ത് വേറെ ഷർട്ട് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പൊ അതേ ജോക്കൂനുള്ള ഷർട്ടാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആ യെല്ലോ ആൻഡ് ഗ്രീൻ മിക്സ്ഡ് ആയിട്ട് ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിന്റെ സൈസ് ചെറുത് കിട്ടിയില്ല. അവസാനം നമ്മൾ ഈ ഒരു ഷർട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ജോക്കൂന്റെ 2 ഷർട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ വന്ന സ്ഥിതിക്ക് നമ്മൾ മാൾട്ടീരിയൊക്കെ ഡ്രസ്സുകളൊക്കെ നോക്കി. പിന്നെ എവിടെ ചെന്നാലും പെൺകുട്ടികളുടെ ഡ്രസ്സിന് കുറച്ചും കൂടി അട്രാക്ഷൻ കൂടുതലാണല്ലോ. നമ്മൾ വാങ്ങണ്ടെന്ന് വിചാരിച്ചാലും ഭംഗി കണ്ടൊക്കെ കുറെയൊക്കെ വാങ്ങി കൂട്ടും. അപ്പൊ അങ്ങനെ മാൾട്ടിക്കുള്ള ഡ്രസ്സൊക്കെ നോക്കി കൂട്ടത്തിൽ 1-2 ഐറ്റംസ് ഒക്കെ മാൾട്ടിക്കും കൂടി കിട്ടിയിട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് താഴെ ബില്ലിങ്ങിൽ വന്നപ്പോഴാണ് ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ് അങ്ങനത്തെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ബില്ലിംഗ് ഏരിയയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ മാൾട്ടിക്ക് നെയിൽ പോളിഷ് വേണമെന്നായി. ഞാൻ ഓൾറെഡി കഴിഞ്ഞ തവണ ഷോപ്പിങ്ങിന് വന്നപ്പോൾ നെയിൽ പോളിഷ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഷോപ്പിങ്ങിന് വന്ന സമയത്ത് ജോക്കുനും മാൾട്ടിനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നെയിൽ പോളിഷ് ഞാൻ വാങ്ങിയ സമയത്ത് അവൾ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അവൾക്ക് ഈ നെയിൽ പോളിഷ് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അതിൽ നിന്ന് അവൾക്ക് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേരമൊക്കെ ട്രൈ ചെയ്ത് ചിലതൊക്കെ നോക്കിയെങ്കിലും പിന്നെ അവസാനം ഞാനും സത്തും പറഞ്ഞപ്പോൾ അവള് വേണ്ടാന്ന് ശരി ഓക്കെ വാങ്ങുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടോ. അപ്പൊ സ്റ്റുഡിയോന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ പോകുന്ന റോട്ടിലാണ്. അത്യാവശ്യം കുട്ടികൾക്കും വലിയവർക്കുള്ള കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ കിട്ടി. അപ്പൊ തൃശ്ശൂരുള്ളവരാണെങ്കിൽ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നോക്കിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ, എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മളിതേ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം 1:30 സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്നുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ടാണ്. ഫുഡ് കഴിക്കാൻ എവിടെ പോകുന്നുള്ള കൺഫ്യൂഷൻ ഒടുവിൽ അവസാനം നമ്മൾ ചെന്നെത്തിയത് കാലിക്കറ്റ് പാരഡൈസിന്റെ പുതിയൊരു ബ്രാഞ്ച് നമ്മുടെ തൃശ്ശൂർ ഓപ്പൺ ആയിട്ടുണ്ട്. തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള സീതാറാം ആയുർവേദ ഹോസ്പിറ്റലിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അവിടെയായിട്ട് നമ്മൾ വന്നത്. ഫസ്റ്റ് ടൈമാണ് അവിടെ വിസിറ്റ് ചെയ്യുന്നത് നമ്മൾ. കാരണം ജൂലൈ 10-നായിരുന്നു ഇവരുടെ സോഫ്റ്റ് ഓപ്പണിങ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. പിന്നെ നമുക്ക് ചെറിയ പാർട്ടിയൊക്കെ നടത്താനുള്ള പാർട്ടി ഹോളൊക്കെ ഉണ്ട്. അവർ ആ രീതിയിൽ അതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയറും ഒരു പോസിറ്റീവ് വൈബൊക്കെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്തു കേട്ടോ. അത് എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം. മലബാർ തലശ്ശേരി ഐറ്റംസ് ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എവിടെ ഫുഡ് കഴിക്കുന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. കാലിക്കറ്റ് പാരഡൈസിൽ വന്നോ, നിങ്ങൾക്ക് അടിപൊളി ആംബിയൻസിലിരുന്ന് സൂപ്പർ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മണവാട്ടി ബീഫും മട്ടണും ദം ബിരിയാണിയാണ്. ഞാൻ ബീഫ് ബിരിയാണിയും ജോക്കും സ്വത്തും ആളൂട്ടിയും കൂടിയിട്ട് മട്ടൺ ദം ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. സ്പൈസി ഒന്നും അധികം ഇഷ്ടമില്ലാത്തവർ മസ്റ്റായിട്ടും ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇതേ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മുളക്, മല്ലി തുടങ്ങിയ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുനിസിപ്പൽ സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ഷോപ്പുകളിൽ നിന്നാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത്. അപ്പൊ കഴിഞ്ഞ വർഷവും നമ്മളിത് ഇവിടെ കാണുന്ന ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് മുളകും, മല്ലി തുടങ്ങിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോയത്. ഇത്തവണയും നമ്മൾ അതേ ഷോപ്പിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുളകും മല്ലിയൊക്കെ വാങ്ങി മഞ്ഞളൊക്കെ പൊടിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോവാണ് ചെയ്യാറ്. അപ്പൊ മഞ്ഞൾ നമ്മുടെ വീട്ടിൽ ഓൾറെഡി നമ്മൾ കൃഷി ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് മഞ്ഞളുടെ ആവശ്യമില്ല. അപ്പൊ മെയിനായിട്ട് നമ്മൾ മുളകും മല്ലിയാണ് വാങ്ങണത്. മുളകിൽ തന്നെ നമുക്ക് ഇടിമുളക് ആക്കാനുള്ളത് സെപ്പറേറ്റ് മേടിക്കും. പിന്നെ മുളക് പൊടിക്കുള്ളത്, പിന്നെ കാശ്മീരി ചില്ലി, ഇങ്ങനെ 3 ഐറ്റമാണ് മുളകിൽ തന്നെ നമ്മൾ വാങ്ങിയത്. പിന്നെ മല്ലിയും, അങ്ങനെ എത്ര ഐറ്റംസ് ആട്ടോ നമ്മൾ ഇവിടുന്ന് വാങ്ങിയത്. ഇത്ര നേരത്തെ വാങ്ങി വെക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. എല്ലാ തവണയും നമ്മൾ തിരിച്ചു പോണ സമയത്ത് ആകെ ഒരു സാധനങ്ങൾ വാങ്ങാനുള്ളൊരു തിരക്കും വാങ്ങി കഴിയാത്ത ഒരു ടെൻഷനും അങ്ങനത്തെ ഒക്കെ ആയിട്ട് ഒരു തിക്കും തിരക്കായിരിക്കും. അപ്പൊ അതൊക്കെ ഇത്തവണ എന്തായാലും ഒഴിവാക്കി നേരത്തെ തന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങി വെക്കണം എന്നുള്ളത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാട്ടോ ഇത്ര നേരത്തെ വാങ്ങി വെക്കുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ വാങ്ങി ഇനി നമ്മൾ അടുത്തത് പോകുന്നത് കല്യാൺ സിൽക്സിലേക്കാണ്. അത് പാലസ് റോഡിലാണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ബെഡ്ഷീറ്റ്, ബാത്ത് ടവൽ അങ്ങനത്തെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കല്യാൺ സിൽക്സിൽ വന്നത്. അപ്പൊ ഇത് കല്യാൺ സിൽക്സിന്റെ പാർക്കിംഗ് ഏരിയ ആണ്. കുറച്ചും കൂടി ഇന്നോവേറ്റീവായ രീതിയിലാണ് ഒരു പാർക്കിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കാറാണ് ഈ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേ കല്യാൺ സിൽക്സിൽ ആടി സെയിൽ നടക്കുകയാണ്. അത് കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു.
ആദ്യം ജോക്കുനും മാൾട്ടിക്കുള്ള സിംഗിൾ ബെഡ്ഷീറ്റ് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്കുള്ള വലിയ ബെഡ്ഷീറ്റ് നോക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു ഗ്രീനും അതുപോലെ തന്നെ റോസും ബെഡ്ഷീറ്റ് അവസാനം സെലക്ട് ചെയ്തു. ഇനി ആ രണ്ടെണ്ണത്തിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. മിക്കപ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് ഞങ്ങളെ സംബന്ധിച്ച്. കാരണം സംഭവം നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ എപ്പോഴും ഈ കൺഫ്യൂഷൻ പതിവാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി സെലക്ട് ചെയ്ത അവസാനം ഏതെങ്കിലും 2 ഐറ്റം വരും. എന്നിട്ട് പിന്നെ ആ 2 ഐറ്റത്തിൽ നിന്ന് ഏത് ചൂസ് ചെയ്യുന്ന കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത് സ്ഥിരം കലാപരിപാടിയാണ്. അപ്പൊ സ്വത്ത് എന്നോട് ചോദിക്കും, ഞാൻ സ്വത്തിന് ഇഷ്ടമുള്ളടത്തോളം പറയും, സ്വത്ത് എനിക്ക് ഇഷ്ടമുള്ളടത്തോളം പറയും. പക്ഷെ രണ്ടും ഭംഗിയാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. പറയുമ്പോൾ ഒരു ബെഡ്ഷീറ്റാണ്, പക്ഷെ ബെഡ്ഷീറ്റ് എന്നല്ല, മിക്ക സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോഴും ഇതൊക്കെ ഞങ്ങൾക്ക് സ്ഥിരം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ അങ്ങനെ അവസാനം നമ്മൾ കുറെ കൺഫ്യൂഷനായും ആലോചിച്ചും ഡിസ്കസ് ചെയ്തും അവസാനം ഈ ഒരു ഗ്രീൻ ബെഡ്ഷീറ്റാണ് ഫൈനലി സെലക്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ബെഡ്ഷീറ്റൊക്കെ നോക്കുന്നതിനിടയിൽ ജോക്കും മാൾട്ടിന്റെ അവരുടേതായ രീതിയിൽ അവിടെ കളികളും കാര്യങ്ങളായിട്ട് നടക്കാൻ കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ബാത്ത് ടവല് നോക്കി. ജോക്കുനും മാൾട്ടിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് അങ്ങനെ ബാത്ത് ടവലൊക്കെ കിട്ടി. എല്ലാ തവണയും ഞങ്ങൾ കല്യാൺ സിൽക്സിൽ തന്നെയാണ് കേട്ടോ ഈ ബെഡ്ഷീറ്റ് മേടിക്കാനായാലും ബാത്ത് ടവല് മേടിക്കാനായാലും വരാറുള്ളത്. അതുകൊണ്ട് ഇത്തവണയും പതിവ് പോലെ ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ കല്യാൺ സിൽക്സിലാണ് വന്നത്. ഇവിടെ പാർക്കിംഗ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുള്ള സ്പേസ് കൂടുതലാണ്, കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ വരാനുള്ള കാരണം. പിന്നെ നമുക്ക് മിക്കപ്പോഴും വിചാരിച്ച സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം സമയമായിട്ട് ഇറങ്ങുന്ന സമയത്ത് അപ്പത്തേ കാറൊക്കെ അവിടെ നിന്ന് എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ നമ്മൾ തൃശ്ശൂർ ഷോപ്പിങ്ങും കാര്യങ്ങളായിട്ട് ഫുൾ കറക്കത്തിലായിരുന്നു. അപ്പൊ എല്ലാവരും നല്ലപോലെ ടയേർഡ് ആയിട്ടുണ്ട്. അപ്പൊ അതേ നമ്മൾ വഴിയിൽ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. സ്വത്തൊരു ചായയും ഞാൻ കോഫിയാണ് ഓർഡർ ചെയ്തത്. നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. നേരെ ഒത്തിരി ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.